ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകുന്നതിൻ്റെയും പിങ്കിയുടെ നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടായിരിക്കും. അപ്പോൾ നാളത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ബഹു രസകരമാകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ്. കാരണം നമ്മളെ പ്രേക്ഷകരായി നമ്മൾ കാത്തിരുന്ന ഒരു നിമിഷമാണ് നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. കാരണം പിങ്കിയുടെ സകല കള്ളത്തരങ്ങളും ഗൗതം പൊളിച്ചെടുക്കുന്ന ഒരു എപ്പിസോഡാണ്. നമ്മൾ പ്രേക്ഷകർ ഒരുപാട് കാലങ്ങളായിട്ട് കാത്തിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ പിങ്കിയുടെ ഇത്രത്തോളം ക്രൂരമാകുന്ന ഈ ചതിക്കുഴികൾ ഗൗതമൊന്നും അന്തയും തിരിച്ചറിയുന്നില്ല, ഇന്ദീവരം തറവാട്ടുകാർ തിരിച്ചറിയുന്നില്ല എന്നൊക്കെ ചോദിച്ച് നമ്മൾ പലപ്പോഴും നമുക്ക് സങ്കടമുണ്ടാകാറുണ്ട്. ചിലപ്പോൾ പലപ്പോഴും പരാതികൾ പറയാറുണ്ട്. അതിനെല്ലാം ഒരു പര്യവസാനം കുറിക്കുന്ന ഒരു എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡെന്ന് പറയുന്നത്. അങ്ങനെ ഗൗതം പിങ്കിയുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുന്നു. അതിനോടൊപ്പം നാളത്തെ പ്രധാന വേറൊരു സംഭവമാണ് നമ്മുടെ പവിത്രയുടെയും അരുണിൻ്റെയും ജീവിതം. നമ്മുടെ ഗൗതമും അളകനന്ദിയും ഇപ്പോൾ അല്പം സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ ആരംഭിക്കുന്നു. അതിന് അല്പം ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും സന്തോഷത്തോടു കൂടി അവർ ജീവിക്കുന്നു. പരസ്പരം തുറന്നു പറച്ചിലും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഷെയർ ചെയ്ത് ജീവിക്കുമ്പോൾ മറു സൈഡിൽ അതേ കുടുംബത്തിൽ തന്നെ നമ്മുടെ അരുണിൻ്റെയും പവിത്രയുടെയും ജീവിതം താറുമാറാകുന്ന ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലൂടെ കാണുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ അരുണിൻ്റെ ജീവിതമാണ് താറുമാറാകുന്നത്. എന്നാൽ പവിത്രയുടെയും അതുപോലൊക്കെ തന്നെ പവിത്രയെ നമ്മൾ കണ്ടിട്ടുള്ളത് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച്, അല്ലെങ്കിൽ അവിടെയും ഇവിടെയും കുറ്റും കോളും വച്ച് വലിയ വിഷമൊന്നും അല്ലെങ്കിലും ചില കോമാളിത്തരങ്ങളൊക്കെ കാണിച്ച് പൊട്ടിച്ചിരിച്ച് നടക്കുന്ന പവിത്രേനെയാണ് ഇത്ര നാളും നമ്മൾ കണ്ടതെങ്കിൽ നാളെ മുതൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം പാതി വഴിയിൽ നിലച്ചു പോകുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് നമ്മൾ കാണുന്നത്. വളരെ സങ്കടകരമാകുന്ന ഒരവസ്ഥയാണ് പവിത്രയുടെയും അരുണിൻ്റെയും ജീവിതത്തിൽ നാളെ സംഭവിക്കാൻ പോകുന്നത്. കാരണം തൻ്റെ അച്ഛനായ രത്നാകരൻ്റെയും തൻ്റെ മുൻ ഭർത്താവായ സജീൻ്റെയും കൽപ്പന അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ ഇന്ദീവരത്ത് നടപ്പിലാക്കുവാൻ നമ്മുടെ പവിത്ര നിർബന്ധിതയായി മാറുകയാണ്. അങ്ങനെ അച്ഛൻ പറഞ്ഞ 20 ലക്ഷം രൂപയോ അല്ലെങ്കിൽ തൻ്റെ മോളെ ഡിവോഴ്സ് വാങ്ങി കൊടുത്ത് തൻ്റെ കൂടെ പറഞ്ഞു വിട്ടാക്കാൻ എന്ന രണ്ട് വ്യവസ്ഥയും, അത് രണ്ടും ഇന്ദീവരം തറവാട്ടുകാരൻ നാളെ അംഗീകരിക്കുന്നില്ല. രണ്ടുമല്ല, ഒരു കാര്യം അംഗീകരിക്കുന്നില്ല. മറ്റൊരു കാര്യം നമ്മുടെ പവിത്രനെ അരുണിൽ നിന്ന് ഡിവോഴ്സ് കൊടുത്ത് തൻ്റെ അച്ഛൻ്റെ കൂടെ പറഞ്ഞു വിടുവാൻ ഒരു മനസ്സ് കാണിക്കുന്നതൊക്കെയാണ് ഇന്ദീവരം തറവാട്ടിൽ നിന്നുള്ള അനുഭവം. ഇത് പവിത്രയുടെ പവിത്ര ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പവിത്ര കരുതിയത് ഇത് ഒരു വർഷമെങ്കിൽ സോൾവായി പോകുമെന്നൊക്കെ ആയിരിക്കും കരുതിയത്. പക്ഷെങ്കിൽ പവിത്രയുടെ മുൻപിൽ ആ വഴികളെല്ലാം അടയുകയാണ്. ഇന്ദീവരത്തു നിന്ന് യാതൊരു അനുകൂല സാഹചര്യവും ഉണ്ടാകാതെ വരുമ്പോൾ നമ്മുടെ അരുണിനെ നിർബന്ധിക്കുകയാണ് ഇനി അവളെ ഡിവോഴ്സ് ചെയ്താക്കാൻ. പക്ഷേ അരുൺ ഡിവോഴ്സ് ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല കേട്ടോ. കാരണം അരുൺ അത്രത്തോളം സ്നേഹമാണ് പ്രകടമായി കാണുന്നില്ലെങ്കിലും അരുണും പവിത്രയും ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷകരമാകുന്ന ജീവിതമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം അരുണിന് നാളത്തെ എപ്പിസോഡിൽ കാണുമ്പോൾ അറിയാം അരുൺ അത്രത്തോളം പവിത്രനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നുവെന്ന് തൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു എപ്പിസോഡും കൂടെയാണ് കേട്ടോ നാളത്തെ എപ്പിസോഡ്. അപ്പോൾ എന്തായാലും പവിത്രയുടെ ഒരു പക്ഷേ ഒരു നാടകമായിരിക്കും. അരുണിനോട് തുറന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാം, ഇനി എന്നെ ഡൈവോഴ്സ് ചെയ്തേരെ അരുണേട്ട എന്ന് വിളിച്ച് പൊട്ടിക്കരയുക അരുണിൻ്റെ മുൻപിലോ. അങ്ങനെ അരുൺ ഈ പവിത്രയുടെ ആ നിലവിളിയും ആ സഹതാപവും കണ്ട്, അല്ലെ ആ സഹതാപരമാകുന്ന അവസ്ഥയും കണ്ടുകിട്ട് ചേർത്ത് പിടിക്കുവാൻ പവിത്രനെ ചേർത്ത് പിടിക്കുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ തൻ്റെ ജീവിതം അവിടെ തീർന്നു എന്ന് പവിത്ര കരുതുന്ന ഒരു നിമിഷമൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗൗതം ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ കണ്ടല്ലോ ഈ വെളിപ്പെടുത്തൽ, നമ്മുടെ രതീഷിൻ്റെയും അതുപോലെ ഗീതുവിൻ്റെയും വെളിപ്പെടുത്തൽ. അത് ഗൗതമിന് ഒരുപാട് ടെൻഷനാക്കിയ. അങ്ങനെ ഈ കള്ളത്തരം നേരിട്ട് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇവരോട് സഹായം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഗീതുവിനെ കാണണമെന്ന് ഗൗതം പറയുന്നു. അങ്ങനെ ഗീതുവിനെ പോയി കാണുവാൻ രതീഷും അതുപോലെ ഗൗതമും ചെല്ലുകയാണ്. അങ്ങനെ ഗൗതമിൻ്റെ മുൻപിൽ ഒരു ക്ഷമാപണത്തോടു കൂടി നിൽക്കുന്ന ഗീതുവിനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അതിനുശേഷം ഗൗതം പറയണം, നിങ്ങളത് സാരമില്ല, നിങ്ങൾ ചതിക്കപ്പെട്ടതാണല്ലോ, ഞങ്ങളും ചതിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പിങ്കിയെ ഞങ്ങളുടെ മുൻപിൽ കൊണ്ടുവരണം. അതിന് ഗീതു ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുകയാണ്. ഞങ്ങൾ ഗീതു ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഗൗതം പറഞ്ഞാലും അനുസരിക്കാൻ ബാധ്യസ്ഥനായി നിൽക്കുക. കാരണം ചെയ്ത തെറ്റിന് എങ്ങനെയെങ്കിലും പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ഗീതുവിനും രതീഷിനും മനസ്സിൽ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക. അതുകൊണ്ട് തന്നെ ഗൗതം എന്ത് പറഞ്ഞാലും ചെയ്യുവാൻ അവരൊരുക്കമാണ്. അങ്ങനെ ഗൗതം ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്, എങ്ങനെയെങ്കിലും പിങ്കിയെ വിളിച്ച് ഗീതുവിൻ്റെ അടുക്കൽ എത്തിക്കുക. അങ്ങനെ ഗീതുവുമായിട്ട് ഈ കാര്യങ്ങൾ, അത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ, സറോഗസി സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ
പിങ്കി ചതിച്ച കാര്യങ്ങളൊക്കെ കുറിച്ച് ചർച്ച ചെയ്യുക. ആ സമയത്ത് പിങ്കി ക്ഷമാപണം നടത്തും, അല്ലെങ്കിൽ മാപ്പപേക്ഷിക്കും. ആ സമയത്ത് കൈയോടുകൂടി പിങ്കിയെ പൊക്കുക, പിങ്കിയുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കുക എന്നതായിരുന്നു ഗൗതമിൻ്റെ ഒരു പോലീസ് ബുദ്ധി. അത് പ്രാവർത്തികമാകുന്ന ഒരു ദിവസമാണ് നാളത്തെ എപ്പിസോഡിൽ. അങ്ങനെ പിങ്കിനെ ഫോൺ വിളിച്ച് ചെയ്ത് നമ്മുടെ ഗീതു പറയുകയാണ്, എനിക്കിന്ന് അത്യാവശ്യമായിട്ട് കാണണം, ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്, അർജൻറ്റാണ്, അത് ഡോക്ടർ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് പിങ്കിനെ മറ്റൊരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയാണ്. അങ്ങനെ വിളിച്ചു വരുത്തി ഇവർ തമ്മിൽ സംസാരിക്കുക. എന്താ പിങ്കി വന്ന് ചോദിക്കുന്നു, എന്താണ് ഗീതു, എന്താണ് വിളിച്ച് എന്ന് ചോദിക്കുക, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് കുശലാന്വേഷണം നടത്തുകയാണ്, അല്ലെങ്കിൽ വിശേഷങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ സരോഗസിയുടെ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് പിങ്കിക്ക് അവിടെ ഗീതുവിൻ്റെ മുൻപിൽ തല താഴ്ത്തി നിൽക്കാനേ പറ്റത്തുള്ളൂ. കാരണം താൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഗീതുവിനും അറിയാം, അതുപോലെ പിങ്കിക്കും അറിയാമല്ലോ. അപ്പോൾ ഈ സമയത്ത് വീണ്ടും പിങ്കി ആവർത്തിച്ച് പറയുകയാണ്, ഒരു കാരണവശാലും ഇത് ആരും അറിയില്ല, നിങ്ങൾക്ക് വേണ്ട എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം, ഞാൻ എൻ്റെ അവസ്ഥ മുൻപ് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആവർത്തിച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഈ സമയത്താണ് ഗൗതം അവിടെ ആരും അറിയാതെ, ഗൗതമിൻ്റെ ഒരു നാടകം തന്നെയായിരുന്നു കേട്ടോ നാളത്തെ എപ്പിസോഡിൽ, അങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ്. ഈ കാര്യങ്ങൾ പിങ്കി തുറന്നു പറയുന്ന സമയത്ത് പെട്ടെന്ന് ഗൗതം ഇവരുടെ ഇടയിലേക്ക് കയറി വരിക. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ പിങ്കിയുടെ വിളി കേട്ട്, പിങ്കി എന്ന വിളി കേട്ട് തിരിഞ്ഞു നോക്കിയ പിങ്കി നക്ഷത്രം വെണ്ണിപ്പോകുന്ന ഒരു എപ്പിസോഡൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്ന. കാരണം തൻ്റെ മുൻപിൽ ഗൗതം നിൽക്കുകയാണ്. ഒടുവിൽ സകല കള്ളത്തരങ്ങളും പൊളിഞ്ഞു വീഴുന്ന ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ പിങ്കിയോട് ചോദിക്കുകയാണ്, അപ്പം നീയായിരുന്നു ഈ ഞങ്ങളെ ചതിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പിങ്കി തല ചായ്ച്ച് നിൽക്കുകയാണോ. അപ്പോൾ ചില ഒഴിവുകളൊക്കെ പറയുന്നുണ്ട്. ഒടുവിൽ രതീഷും ഗീതുവും കൂടെ പറയുകയാണ് ഗൗതമിനോട് നേരിട്ട് പിങ്കിയുടെ മുൻപിൽ വെച്ച് പറയുകയാണ്, ഈ സ്ത്രീയാണ്, അല്ലെങ്കിൽ ഈ പ്രിയമത എന്ന ഈ സ്ത്രീയാണ് അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഡോക്ടർ വേഷം ധരിച്ച് വരികയും ചില ചെക്കപ്പൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ടെസ്റ്റൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ലാബിൽ കൊണ്ടുപോയി, അങ്ങനെ ലാബിൽ കയറ്റി ഞങ്ങളെ പൂട്ടിയിട്ട് ഒടുവിൽ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഇവരെ കാണാനില്ല. ഒടുവിൽ അതിനുശേഷം ഞങ്ങൾ പിന്നീടാണ് അറിയുന്നത്, ഞങ്ങൾ ഗൗതം സാറിൻ്റെയും നന്ദ ഡോക്ടറുടെയും കുഞ്ഞിനെ സരോഗസി വേറെ ആൾ നടത്തിയെന്നും ആ വ്യക്തി ഈ നിൽക്കുന്ന സ്ത്രീയാണെന്നും മനസ്സിലാക്കിയപ്പോൾ ഈ സത്യം അന്ന് ഞങ്ങൾ പറയുവാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഈ സമയത്ത് ഈ സ്ത്രീ ഞങ്ങളുടെ കാലിൽ വീണ്, ഗീതുവിൻ്റെ കാലിൽ വീണ് കരയുകയും പഴയകാല ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഞങ്ങളെ വീണ്ടും ചതിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ ഇനിയെങ്കിലും ഇത് സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന നന്ദികേടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഗൗതമിന് മുൻപിൽ ക്ഷമാപണം നടത്തുകയും അങ്ങനെ പിങ്കിയുടെ സകല കള്ളത്തരങ്ങളും ഗൗതം കൈയോടുകൂടി പൊക്കുന്നു. മാത്രമല്ല ഈ വിശേഷം ഗൗതം നന്ദയെ അറിയിക്കുന്നു. നന്ദയത് പെട്ടെന്ന് തന്നെ ലക്ഷ്മിയെ അറിയിക്കുന്നു. ലക്ഷ്മിയുടെ മുൻപിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയാണ്. ഈ സമയത്ത് ഇത് ഇന്ത്യപുരത്ത് വലിയൊരു വാർത്തയാകുകയും അങ്ങനെ പിങ്കിയെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ഗിരിജ ഒരുങ്ങുകയും ഒടുവിൽ ദേഷ്യം മൂത്ത, അല്ലെങ്കിൽ തൻ്റെ മോനോടും ചെയ്ത ചതി കേട്ട് കലിയടക്കുവാൻ വയ്യാതെ നമ്മുടെ ലക്ഷ്മി ഗിരിജനെ ആ ഇന്ദീവരം തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്യുന്നതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. എന്തായാലും ഒരു രസകരമാകുന്ന നിമിഷം തന്നെയാണ്. കാരണം നമുക്കൊക്കെ പ്രേക്ഷകരായി നമുക്ക് ഗൗതമിനെ നന്ദയെ സ്നേഹിക്കുന്ന നമുക്കൊരുപാട് സന്തോഷിക്കാൻ കഴിയുന്ന നിമിഷമാണ്. പിങ്കിയുടെ സകല കള്ളത്തരങ്ങളും പൊളിച്ചടുക്കിക്കൊണ്ട് നന്ദയും ഗൗതമും ഗീതുവും രതീഷും കൂടെ ആ സത്യം, അല്ലെങ്കിൽ ആ ചതിയുടെ കഥ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ. വീണ്ടും ഇതൊരു പ്രമോ വിശേഷമാണ്, റിയൽ വിശേഷവുമായി രാവിലെ തന്നെ ഞാൻ വരുന്നതായിരിക്കും. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.